അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ബസ് കണ്ടക്ടർ ആത്മഹത്യ ചെയ്തല്ലോ. ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോയെന്ന് ചോദിക്കുന്നത്. നമ്മൾക്ക് വേണ്ടെങ്കിൽ ആ പണി നോക്കി പോവേ. ആ കുട്ടീനെ നോക്കി സുഖമായിട്ട് ജീവിച്ചിരുന്ന അയാൾ പിന്നെയും ഇങ്ങനെ കുത്തി ഇങ്ങനെയും ചില പെണ്ണുങ്ങളുണ്ടല്ലോ. എന്താണ് ഇവർ നേരമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാണായാലും പെണ്ണായാലും ഒരു വാശി തീർക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. മറ്റൊരാളെ ജീവൻ വെച്ചിട്ടല്ല കളിക്കേണ്ടത്. ഇനി പെണ്ണ് എങ്ങനെയൊക്കെ നല്ല പിള്ളാവാൻ ശ്രമിച്ചാലും ഈ പെണ്ണ് എത്രയൊക്കെ ഈ കുട്ടി വലുതായി വരുമ്പോൾ എൻ്റെ അച്ഛനെ കൊന്നാവും തന്നെയല്ലേ ഈ കുട്ടി വിചാരിക്കുക. എത്ര തന്നെ ആ കുട്ടിയുടെ എനിക്ക് തോന്നുന്നു ഒരു 10-15 വയസ്സാകുമ്പോൾ ആ കുട്ടിക്കൊരു വിവരം വെക്കുമല്ലോ. ഇന്നത്തെ കാലത്ത് എന്ത് നോക്കിയാലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ടാവും. ആ കുട്ടി ഒരേ കഥകൾ അറിയുമ്പോൾ എന്താണ് വിചാരിക്കുക? നമ്മൾക്കൊരാളെ വേണ്ടെങ്കിൽ മാന്യം മതി ആരൊക്കെ പോവുക. പിന്നെ അയാൾ വോയിസ് റെക്കോർഡ് അയച്ചു കൊടുക്കുക. അതൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരി വൃത്തികെട്ട ഇതാണ്. ആ ചെക്കൻ മരിക്കണം കാട്ടി മുന്നേ ആ ചെക്കനക്ക് വന്ന കുറച്ച് വോയിസ് മെസ്സേജുകളുണ്ടെന്ന്. ചിലവർക്ക് അത് താങ്ങാൻ പറ്റില്ല. സത്യം എൻ്റെ അവസ്ഥ അതല്ലേ. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരാളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് വരുന്ന ചില മെസ്സേജുകളാണെങ്കിലും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾക്ക് വരുന്ന ചില മെസ്സേജ് ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. ആ സമയത്ത് നമ്മൾ ഓരോ തീരുമാനം തെറ്റായിരിക്കാം, പക്ഷെ നമ്മൾ അത്രത്തോളം ഓപ്പോസിറ്റുള്ള ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടാവും. അവർക്ക് വേണ്ടെങ്കിൽ അവരവരെ പണി നോക്കി പോവുക. പിന്നെയും ഇങ്ങനെ കുത്തി ഇങ്ങനെ നോടിക്കുന്നുണ്ടല്ലോ. അതാണായാലും പെണ്ണായാലും അത് നല്ലൊരു ശീലമല്ല. ഇന്ന് ആ അച്ഛനും അമ്മക്കും പോയി, ആ കുട്ടിക്കും പോയി. അയാൾ അവസാന നിമിഷം അയാൾ ഫോണിൽ അയച്ച ഒരു മെസ്സേജ്, അവസാന നിമിഷം നമ്മളെ മൊബൈലിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ടൈപ്പ് ചെയ്ത ഓരോ വാക്കുകളുണ്ട്. അത് മറ്റുള്ള ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ എത്രത്തോളം ചിലവർ കൈ മുറിക്കുന്ന, ചിലവർ രക്ഷപ്പെടുന്നുണ്ടാവും, ചിലവർ വല്ല വിഷം കഴിക്കുന്നുണ്ടാവും. എന്തോ ആവട്ടെ, അയാളത് ചെയ്തു. പിന്നെ ആ പെണ്ണിന് ഒരു കാലത്ത് ആ പെണ്ണിന് സ്വസ്ഥതയില്ല. ഇനിയിപ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ഇങ്ങോട്ടേക്ക് നന്നായിട്ടൊരാൾ മുഖത്ത് നോക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കുണ്ടല്ലോ പ്രത്യേക തരം തൊലിക്കട്ടിയാണ്. അവരെന്തൊക്കെയോ വലിയ സ്ക്രീൻഷോട്ടും അതും ഇതൊക്കെ വെച്ചിട്ട് പെരുമാറും. അവരാലോചിക്കണില്ല, അവർ ഓരോരുത്തർക്ക് വിട്ടുകൊടുക്കണത് അത് ലാസ്റ്റ് അവർക്ക് തന്നെ അത് പണിയായി വരുമെന്ന് ആലോചിക്കുന്നില്ല. പെട്ടെന്നുള്ള തീരുമാനത്തിലല്ലേ ആണായാലും പെണ്ണായാലും നമ്മൾ ഈ ആത്മഹത്യ. നാളെ ഞാൻ ആത്മാർത്ഥമായിട്ടൊരാളെ സ്നേഹിക്കും. അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ടൊരാളെ സ്നേഹിക്കണം. അയാൾ ഓരോന്നും നമ്മൾ പെണ്ണാണെങ്കിലും ആണായാലും ഓരോന്നും നമ്മൾ ഫോണിലേക്ക് വരുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം നമ്മളത് ആ വ്യക്തിനെ സ്നേഹിക്കുന്നുണ്ടോ. അതന്നെ അയാൾക്കും പറ്റിയത്. അവൾ പോയി, ആ പണി നോക്കി പോയി. എന്നിട്ടും ആ കുട്ടീനായിട്ട് ജീവിക്കുമ്പോൾ പിന്നെ ഓരോന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഓരോന്നും നമ്മൾ മൊബൈലിലേക്ക് അയക്കുമ്പോൾ ഉണ്ടല്ലോ, എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ പിടിച്ചേത് നിമിഷവും പൊട്ടിപ്പോകുന്നുള്ളൊരിതായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായി. ആരും എന്തോ പറഞ്ഞോട്ടെ, അത് പിന്നെയും ഇങ്ങനെ കുത്തി നോവിക്കുമ്പോൾ ഇനി പെണ്ണ് ഒരുത്തി കാരണം ഒരുത്തൻ ബസ്സിൽ തട്ടിയെന്ന് അവൾ പറഞ്ഞത്. ആ അച്ഛനും അമ്മക്കും പോയില്ല. അത് ഒരു മോനുണ്ടായിരുന്നുള്ളൂ. ആ അച്ഛനും അമ്മക്കും പോയില്ല. അവളിപ്പോൾ ജാമ്യം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കുന്ന ആർക്കും പോയി, ആ അച്ഛനും അമ്മക്കും പോയി. അവൾ ദേഹത്തൊന്ന് തട്ടിയെന്നാണ് അവൾ കേസ് ഇതായിട്ട് അവൾ സോഷ്യൽ മീഡിയയിലിട്ടത്. അതുകൊണ്ട് ആർക്ക് പോയി? ആ അച്ഛനും അമ്മക്കും പോയി. അവർക്കൊരു കുഴപ്പമില്ല. എന്തായാലും ആ കുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിക്കണം ഞാൻ. എന്തായാലും അവളെ തൊലിക്കട്ടി ഉണ്ടല്ലോ, 1.5 തൊലിക്കട്ടി.